കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിലെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1.1 കിലോമീറ്റർ നമ്മുടെ കറന്തക്കാട് മുതൽ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് വരെ ആണ് ഈ മേൽപ്പാലം വരുന്നത്. മേൽപ്പാലത്തിന് മുകളിലായിട്ട് 27 മീറ്റർ വീതിയിലാണ് നിർമ്മിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ ബോക്സ് ഗേർഡറുള്ള ആറുവരിപ്പാലമാണ് നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയർമാരുടെ ഒരു വിസ്മയം തന്നെയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്നത്. വടകര ആസ്ഥാനമായുള്ള ULCC എന്ന കമ്പനിയാണ് കാസർഗോഡ് നമ്മുടെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ച് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. ഏകദേശം 80% വർക്കും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. 2025 ഈ പാത തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഈ കാണുന്നത് വിദ്യാനഗർ ഗവൺമെൻറ് കോളേജിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കേട്ടോ. ഇവിടെ കുന്നുപോലത്തെ സ്ഥലമായിരുന്നു. നിലവിൽ മണ്ണെടുത്തിട്ടാണ് നാഷണൽ ഹൈവേ 6 വരി പാത വരുന്നത്. 2 ഭാഗത്തായിട്ടും സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ് വരുന്നത്. നമ്മളങ്ങനെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് തുറന്നു കൊടുത്തത്. അത് നമ്മുടെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൻ്റെ അടുത്തായിട്ടാണ്. നമ്മളങ്ങനെ വിദ്യാനഗർ BC റോഡ് കഴിഞ്ഞുള്ള ഭാഗത്തെ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാനഗർ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് മണ്ണിട്ട് വരുന്ന വർക്കാണ് ഈ ഭാഗങ്ങളിൽ നിലവിൽ നടക്കുന്നത്. വിദ്യാനഗർ അണ്ടർ പാസേജിൻ്റെ വർക്ക് നടക്കുന്നതിലാണ് ഈ ഭാഗങ്ങളിൽ മണ്ണിട്ട് വരുന്ന വർക്ക് അല്പം ലാഗായത്. നിലവിൽ ഇവിടെ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞതിനാൽ മണ്ണിട്ട് എത്തുന്ന വർക്ക് തകൃതിയിൽ നടക്കുകയാണ്. അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഗവൺമെൻറ് കോളേജ് മുതൽ നമ്മുടെ നുള്ളിപ്പാടിയിൽ അപ്രോച്ച് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അപ്രോച്ച് റോഡ് വരുന്നത് വരെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നേരത്തെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതാണ്. വിദ്യാനഗർ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളിലെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫുട് ഓവർ കഴിഞ്ഞുള്ള ഭാഗത്ത് നേരത്തെ കുറച്ച് ടാറിംഗ് പ്രവൃത്തികൾ ബാക്കിയുണ്ടായിരുന്നു. നിലവിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ കുറച്ച് കുന്നുപോലെയുള്ള പ്രദേശമായിരുന്നു കേട്ടോ. മണ്ണെടുത്തിട്ട് കുറച്ച് താഴ്ന്നിട്ടാണ് നിലവിൽ പുതിയ 6 വരി പാത ഇവിടെ നിർമ്മിക്കുന്നത്. 2 ഭാഗത്തായിട്ടും സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഓവർ പാസേജ് അനുവദിക്കാമായിരുന്നു. നമ്മൾക്കറിയാം നമ്മുടെ മലപ്പുറം ഭാഗത്ത് ആദ്യത്തെ റീച്ചിൽ ഏറ്റവും കൂടുതൽ ഓവർ പാസേജ് വരുന്ന ആ റീച്ചിലാണ്. കാസർഗോഡ് ജില്ലയിലും ഓവർ പാസേജ് വരുന്നുണ്ട്. നമ്മുടെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ഭാഗങ്ങളിൽ നമ്മുടെ ബന്ദിയോടും നമ്മുടെ വസങ്കാടി ഭാഗത്തും ഓവർ പാസേജാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ 8 രാവിലെ 9:30 മണിക്കാണ് കേട്ടോ. വിദ്യാനഗർ കഴിഞ്ഞ് അണങ്കൂർ ഭാഗത്തെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ അണങ്കൂർ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ് നിലവിൽ ഒരു വശത്തായിട്ട് 3 വരി പാത നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെർക്കള ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ULCCയുടെ വർക്ക് നല്ല രീതിയിൽ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ 2ാമത്തെ റീച്ച് ചെങ്കള മുതൽ നീലേശ്വരം വരെയുള്ള വർക്കും നിലവിലിപ്പോൾ നല്ല രീതിയിൽ പുരോഗമനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അണങ്കൂർ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ഭാഗങ്ങളിൽ വർക്ക് പെൻഡിങ് ആയിരുന്നു. നിലവിൽ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അണങ്കൂർ കഴിഞ്ഞ് നമ്മുടെ നുള്ളിപ്പാടി വരെ ഇപ്പോൾ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷായി. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ച് പോലെ തന്നെയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ 2 റീച്ചുകളും. അവിടെ 80% വർക്കും ഫിനിഷായിരിക്കുകയാണ്. എന്തായാലും 2025 നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മലബാർ ഏരിയകളിലെ വർക്കൊക്കെ ഫിനിഷാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഈ ഭാഗങ്ങളിൽ നേരത്തെ കുറച്ച് കുന്നുപോലെയുള്ള പ്രദേശമാണ്. അണങ്കൂർ നമ്മുടെ ഗവൺമെൻറ് ആയുർവേദിക് ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങളിൽ മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് ഇവിടെ നിലവിലെ 6 വരി പാത വരുന്നത്. ഒരു വശത്തായിട്ട് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്, മറുവശത്തെ തുറന്നു കൊടുത്തിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ 2 ഭാഗങ്ങളും സർവീസ് റോഡ് നേരത്തെ റെഡിയാക്കിയിട്ട് അത് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട്. ഇവിടെ മുതൽ നമ്മുടെ ഇടതുഭാഗത്തായിട്ട് സർവീസ് റോഡ് കൂടിയാണ് കാസർഗോഡ് ഭാഗത്തോട്ട് വാഹനങ്ങൾ പോകുന്നത്.
ഇവിടെ ഫ്രിക്ഷൻ സ്ലാബ് നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ച ഒരു വശത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളങ്ങനെ നുള്ളിപ്പാടി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നുള്ളിപ്പാടി ഭാഗങ്ങളിൽ അണ്ടർ പാസേജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നേരത്തെ ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സമരപ്പന്തലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ ഭാഗങ്ങൾ നമുക്ക് സമരപ്പന്തൽ കാണാൻ സാധിക്കുന്നില്ല. 5000 പേരുടെ ഒപ്പ് ശേഖരിച്ചിട്ട് കലക്ടർക്ക് ഇവർ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഭാഗങ്ങളിൽ അണ്ടർ പാസേജ് ഇനി വരില്ല എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. എന്തായാലും ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കറന്തക്കാട് കഴിഞ്ഞ് മേൽപ്പാലം കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. നുള്ളിപ്പാടി അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മാത്രമാണ് നേരത്തെ പെൻഡിങ് ഉണ്ടായിരുന്നത്. ആ വർക്കും കൂടി ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നുള്ളിപ്പാടിയിൽ നമ്മുടെ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് വരെയാണ് മേൽപ്പാലം വരുന്നത് കേട്ടോ. അതുവരെ നമ്മൾ മേൽപ്പാലത്തിൻ്റെ ഏകദേശം ലെവലിലേക്ക് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന മേൽപ്പാലം 1.1 കിലോമീറ്റർ നമ്മുടെ കറന്തക്കാട് മുതൽ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് വരെയാണ് വരുന്നത്. ഈ തൂണുകൾ തമ്മിലുള്ള അകലം വരുന്നത് 40 മീറ്ററാണ് കേട്ടോ. ഏറ്റവും കൂടിയ ഉയരം വരുന്നത് 20 മീറ്ററാണ്. എല്ലാ ഭാഗത്തും അത്ര ഉയരമില്ല, കുറച്ചും ഉയരം കുറവുള്ള ഭാഗങ്ങളും ഉണ്ട്. നമ്മൾ ഈ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം വരുന്നതോടുകൂടി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് വലിയൊരു ആശ്വാസമാകുമെന്നതിൽ നമുക്ക് യാതൊരു സംശയമില്ല. പാലത്തിൻ്റെ നിർമ്മാണം കഴിയുന്നതോടുകൂടി പാലത്തിൻ്റെ താഴെയായിട്ട് ഒരുപാട് പാർക്കിംഗ് സ്പേസുകൾ ലഭിക്കും. ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ പാലമാണ് നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്നത്. ഇത് ബോക്സ് ഗേഡറിലായിട്ടാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. പല ഭാഗത്തായിട്ടും സെഗ്മെൻറ്റ് ഗേഡറിലുള്ള പാലമാണ് നിർമ്മിക്കാറുള്ളത്. ഇനി 4 സ്പാനുകൾക്കിടയിലുള്ള വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ 2 ബോക്സ് ഗേഡർ ടൈപ്പുള്ള ഭാഗങ്ങൾ മാത്രമാണ് നിർമ്മാണം ബാക്കിയുള്ളത്. ബാക്കിയൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് കേട്ടോ. വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 2025 മാർച്ചോടുകൂടി ഈ ഭാഗങ്ങളിലെ വർക്ക് ഫിനിഷാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ഭാഗങ്ങളിൽ 80% വർക്കും കഴിഞ്ഞിരിക്കുകയാണ്.
ഏരിയാട് ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു MNB നിർമ്മാണം നേരത്തെ നടക്കുകയായിരുന്നു. അതിവേഗമാണ് MNBയുടെ വർക്ക് കഴിഞ്ഞത്. അത് കഴിഞ്ഞിപ്പോൾ 6 വരിപ്പാത ഈ ഭാഗങ്ങളിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ULCC വർക്ക് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞുള്ള ഭാഗം നമ്മുടെ മൊഗ്രാൽ പാലം വരുന്നത് വരെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാഷണൽ ഹൈവേ വർക്കിൻ്റെ അപ്ഡേറ്റ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.